ഒന്ന് തേങ്ങ വറുത്തരച്ച് മാങ്ങച്ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, കുറച്ച് കറിവേപ്പില, ഒരു മുറി തേങ്ങ എടുത്ത് ആദ്യം ഉള്ളി വറക്കുന്നു. ഉള്ളി വറുത്തൊരു മൂത്ത് കഴിയുമ്പം വറ്റൽമുളക് പൊടി ഉള്ളതുകൊണ്ട് അത് ചേർക്കാം, അല്ലെങ്കിൽ വറ്റൽമുളക് വറക്കാം. അതിനുശേഷം തേങ്ങ ഇട്ട് വറുത്തിട്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ മാങ്ങയും ഉപ്പൊക്കെ ചേർത്ത് പൊടിച്ച് ചമ്മന്തിയാക്കാം. തേങ്ങ വറുക്കാനായിട്ട് ആദ്യം പാനിൽ എണ്ണ ഒഴിച്ചു, അതിൻ്റെ ഉള്ളി ഇട്ട് ആദ്യം വറക്കാം. ഉള്ളി കറിവേപ്പില ഇതൊക്കെ നോക്കിയിട്ട് ഇതൊന്ന് പകുതി മുഴുവനും തേങ്ങയോടെ ഇട്ട് വറക്കാം. മാങ്ങയ്ക്ക് പകരം കുടംപുളി അല്ലാത്ത വാളമ്പുളി വെച്ചും ചമ്മന്തി കഴിക്കാം. തേങ്ങ വറുത്ത് ചമ്മന്തി ഉണ്ടാക്കാം. ഉള്ളി ചുമന്ന് തുടങ്ങി, ഇതിലേക്ക് തേങ്ങ ചരണ്ടിയിട്ട് വറക്കുന്നു. ഒരു ഗോൾഡൻ കളർ പോലെയാണ് നോക്കിച്ചെടുക്കുന്നത്. തേങ്ങ ചുട്ടരച്ച ചമ്മന്തി എന്ന് പറയുന്ന പോലെ തേങ്ങ ചരണ്ടിയിട്ട് വറുത്തിട്ട് അരക്കുന്നു തേങ്ങ ചമ്മന്തി. അതിൽ മാങ്ങ ചേർക്കുന്നുണ്ട്, തേങ്ങ വറുത്തരച്ച മാങ്ങ ചമ്മന്തി. ഏകദേശം ഒരു ഗോൾഡൻ യെല്ലോ കളറായി, തീ കുറച്ചിട്ട് വറുക്കുന്നു. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കുക. വറ്റൽമുളക് അല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് വറക്കുന്നപ്പോൾ മുളക് പൊടി മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും മാങ്ങ ഇട്ട് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കാം. വെള്ളമുളകായതുകൊണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തു. ഇതൊന്ന് ഉപ്പിച്ച് മുളക് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഉപ്പും മാങ്ങ ഇട്ട് ചൂടാറാൻ വെക്കും. മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യം ഉപ്പിട്ട് ഇളക്കുന്നു. ഉപ്പിട്ടിട്ട് പിന്നീട് മാങ്ങയിട്ട് ഇളക്കി ചൂടാക്കുന്നു. ഇത് തീ കെടുത്തിയിട്ട് ചൂടാറുമ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നു. മാങ്ങ ഉപ്പ് ഇട്ട് തീ കെടുത്തി ചൂടാറിയിട്ടിനി മിക്സിയിൽ ചമ്മന്തിയാക്കാം. ചമ്മന്തിക്കുള്ള ഐറ്റംസ് ചൂടാറി ഇനി മിക്സിയിൽ അടിച്ചെടുക്കാം. ദുഃഖ വെള്ളിയാഴ്ച കഞ്ഞി ചമ്മന്തി.